ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഈസി ആയിട്ടുള്ളൊരു ഹാർട്ട് സ്റ്റിക്കറാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതേപോലെ ഹാർട്ടിൻ്റെ ഒരു ഷേപ്പ് വരച്ചെടുക്കുക എന്നുള്ളതാണ്. ഇനി ഈ ഹാർട്ടിനുള്ളിൽ കാണുന്ന ഓരോ ചെറിയ ലൈനിൻ്റെ മുകളിലായിട്ട് അതേ അളവിലുള്ള സ്റ്റിക്കാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ബാംബു സ്റ്റിക്കാണ്. അതില്ലാത്തവർ കുറച്ച് കട്ടിയുള്ള സാധാ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ. ആദ്യം ഒരു വലിയ സ്റ്റിക്ക് എടുത്ത് ഹാർട്ടിൻ്റെ സെൻറ്ററിൽ നിന്ന് താഴേക്കായിട്ട് വെച്ച് കൊടുക്കുക. അതിന് രണ്ട് സൈഡിലും ഓരോ ലൈനിൻ്റെയും അളവിൽ സ്റ്റിക്ക് കട്ട് ചെയ്തെടുത്തിട്ട് ഒട്ടിച്ചെടുക്കാം. ഏത് ഗമ്മ ഉപയോഗിച്ചിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നതെന്നുള്ളത് ഞാൻ ഇതിൽ തന്നെ മെൻഷൻ ചെയ്യാം കേട്ടോ. നമ്മൾ വരച്ചെടുത്ത ഈ ഒരു ഹാർട്ടിൻ്റെ അതേ ഷേപ്പിൽ തന്നെ അതിന് മുകളിലായിട്ട് സ്റ്റിക്ക് ഉപയോഗിച്ച് നമ്മൾ മറ്റൊരു ഹാർട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഇനിയുള്ള ടാസ്ക് എന്ന് പറയുന്നത് സ്റ്റിക്കിൻ്റെ ഭാഗം ഒഴിച്ച് ബാക്കി എല്ലാ പേപ്പറുകളും തെർമോക്കോൾ കട്ടർ ഉപയോഗിച്ചിട്ട് നീറ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് കളയാം. ഇത് കുറച്ച് കഷ്ടപ്പാടുള്ള പണിയാണെങ്കിലും ചെയ്ത് വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ പേപ്പറെല്ലാം കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും കേട്ടോ നമുക്ക് കിട്ടുക. ഇനി നമുക്കിതൊന്ന് കളർ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ബ്ലാക്കും ബ്രൗണും കളറിലുള്ള അക്രിലിക് പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. ഹാർട്ടിൻ്റെ സെൻട്രലായിട്ട് കാണുന്ന ഈ ഒരു ഹാർട്ടിൻ്റെ പോർഷൻ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും ബ്ലാക്ക് കളർ ഉപയോഗിച്ചിട്ട് കളർ ചെയ്തെടുക്കാം. സെൻറ്ററിലെ ആ ഒരു പോർഷൻ നമ്മൾ ബ്രൗൺ കളർ വെച്ചിട്ടാണ് കളർ ചെയ്തെടുക്കുന്നത്. ബ്രൗൺ കളറിൻ്റെ കൂടെ കുറച്ച് ഗ്ലിറ്റർ കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിനായിട്ടൊരു സ്റ്റാൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരേ സൈസിൽ സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള കാർഡ്ബോർഡിൻ്റെ 6 പീസസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഒന്നിനു മുകളിൽ ഒന്നായിട്ട് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ആദ്യം കാർഡ്ബോർഡ് പീസസ് എല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇനിയൊരു വൈറ്റ് പേപ്പർ ഉപയോഗിച്ച് അതിൻ്റെ ബോർഡർ ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇനി ഈ ഒരു സ്റ്റാൻഡ് നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഹാർട്ടിനോട് മാച്ചാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ സ്റ്റാൻഡിനും അതേ കളർ തന്നെ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ആദ്യം ടോപ്പ് പോർഷനിൽ ബ്ലാക്ക് കളർ പെയിൻറ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ സൈഡിലായിട്ട് ബ്ലാക്കും അതിന് താഴെ ബ്രൗണുമാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ടും ഒന്ന് ജോയിൻ ചെയ്യിപ്പിച്ചെടുക്കണം. അതിനായിട്ട് ഹാർട്ടിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ വെച്ചിട്ടുള്ള ആ വലിയ സ്റ്റിക്ക് സ്റ്റാൻഡിൻ്റെ സെൻറ്ററിലേക്കായിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ക്യൂട്ടായിട്ടുള്ള ഈ ഒരു ഡെസ്റ്റിക്കർ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചെയ്ത് നോക്കാട്ടോ. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. ഇതുപോലെയുള്ള കുട്ടി അടിപൊളി ക്രാഫ്റ്റ് ഐഡിയാസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.